എനിക്ക് വരാറുള്ളത് ഭർത്താവിനെ വിലയില്ല, ഭർത്താവിനെ കളിയാക്കുന്നു, എന്നിട്ടാണ് ചേട്ടാ തലക്കനം, അഹങ്കാരി, ജാട. അത് ഈ പറയുന്ന പോലെ കൂടുതൽ സംസാരിക്കണോണ്ട് നമ്മള് നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഞാൻ പറയണോണ്ടാണ്. തുറന്നു പറയുന്നവർക്ക് എന്നും ശത്രുക്കള് കൂടുതലാണ്. ഇനിയും യൂട്യൂബില് എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ ഇടാറുണ്ടോ? അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിനൊരു ക്രൂം ടീം ഒക്കെ ഉണ്ട്? അല്ല, ഒരു ടീം ഉണ്ട്. അല്ല, നിങ്ങളല്ലല്ലോ എഡിറ്റിങ്, ക്യാമറ ഒക്കെ അവര് ചിലത് അല്ലെ? അതിപ്പോ നമുക്ക് ക്യാമറ ചെയ്യാൻ വരാൻ നിതിൻ വേറെയും, അവൻ നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യണതാ ഷോർട്ട് ഫിലിംസ് ഒക്കെ. അപ്പൊ അവന് അതിന്റെ വർക്കായിട്ട് അവൻ പോകുമ്പോ ചിലപ്പോ കുറച്ചു ദിവസം അടുപ്പിച്ചാവും വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. എന്തെങ്കിലും ഒരു ഇത്രയും നാളത്തെ ഒന്നിച്ചുള്ള ഒരു ലൈഫിൽ നിങ്ങളോട് രണ്ടാളുടെ മനസ്സിനെ എന്താ പറയാ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കാനുള്ള ഒരെണ്ണം ഒരുപാട് ഉണ്ടായിണ്ടാവും അറിയാം, എന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു ഉണ്ടായ സമയം അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. എല്ലാവർക്കും കപ്പിൾസിന് അങ്ങനെ തന്നെയാവും. കാര്യം നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെ കേട്ടല്ലോ. അല്ല അല്ല, ഞാൻ യൂട്യൂബ് തുടങ്ങിയ ശേഷമുള്ള കാര്യമാണ് ചോദിച്ചത്. പിന്നെ അതുപോലെ സുരേഷ് ഗോപി വന്ന ദിവസം നമ്മുടെ വീട്ടില് നിങ്ങളുടെ വീട്ടില് വരെയും ആൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്ത് ആണ് പോയത്.